നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഓരോ നക്ഷത്രത്തിലും ജനിച്ച ആളുകൾക്ക് കൊല്ലവർഷം 1200 അനുഭവപ്പെടാനിടയുള്ള ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പുതിയ കൊല്ലവർഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചിങ്ങമാസം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ പൂരനക്ഷത്രക്കാരുടെ ഫലമാണ് നോക്കാനുള്ളത്. പൂരനക്ഷത്രം നമുക്കറിയാം ചിങ്ങക്കൂറിലാണ് ഉൾപ്പെടുന്നത്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം ഇത്രയുമാണ് ചിങ്ങക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വർഷാരംഭത്തിൽ ശനി 7ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത് കുംഭൻ രാശിയിൽ മൂലത്രികോണത്തിൽ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതായത് കണ്ടകശനിയാണ്. 2025 മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പകരുന്നു. വ്യാഴമാണെങ്കിൽ ഇടവൻ രാശിയിൽ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. 2025 മെയ് 14 ആകുമ്പോഴത്തേക്കും വ്യാഴം മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കും. 2025 മെയ് 18 രാഹു കുംഭൻ രാശിയിലേക്ക് മീനത്തിൽ നിന്ന് പുറകോട്ട് മാറി കുംഭത്തിലേക്ക് വരും. അതുപോലെ തന്നെ കേതു കന്നിയിൽ നിന്ന് പുറകോട്ട് നീങ്ങി ചിങ്ങത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ. മറ്റ് ഗ്രഹങ്ങളൊക്കെ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ ഒരു രാശിയിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവയുടെ ഫലമെന്ന് പറയുന്നത് താൽക്കാലികമാണ്. പക്ഷേ ഈ ശനി, വ്യാഴം, രാഹു, കേതു ഇവ ദീർഘകാലം ഒരേ രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അവ നൽകുന്ന ഫലം കുറച്ചുകൂടെ പെർമനൻ്റ് നേച്ചറുള്ള ഇതായിരിക്കും, സ്ഥിരതയുള്ള ഫലങ്ങളായിരിക്കും തരുന്നത്. ഈ പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ ഇച്ഛാശക്തിയും ക്രിയാശക്തിയൊക്കെ വർദ്ധിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ബുദ്ധിയും പ്രായോഗിക ബുദ്ധിയും കർമ്മ കുശലതയുമൊക്കെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു വർഷമാണ് ഇത്. നേട്ടങ്ങളുണ്ടാക്കാൻ നിരന്തരമായ പ്രയത്നം ആവശ്യമാണ്. പിന്നെ കുറേയേറെ ഗുണഫലങ്ങളുമുണ്ട്, കുറച്ച് ദോഷഫലങ്ങളും ഉണ്ട്. സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പോലീസ്, പട്ടാളം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, അതായത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, മലകയറ്റം, അതുപോലെ തന്നെ ഡൈവിങ്, പാരാഗ്ലൈഡിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ അഡ്വഞ്ചർ സ്പോർട്സിൽ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒക്കെ ഗുണകരമായ വർഷമാണ്. അവർക്ക് നല്ല അംഗീകാരമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാർ റേസിങ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അഡ്വഞ്ചർ സ്പോർട്സ് ഇനത്തിൽപ്പെടുന്ന, അതൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ പൂരനക്ഷത്രക്കാർ വളരെ ബുദ്ധിപൂർവ്വം പെരുമാറണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, പലരും അവരെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ പാതകളിൽ കൂടെ കൊണ്ടുപോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഉപജാപങ്ങളിൽ ഉൾപ്പെടാതെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് ഭാവിച്ച് പുറത്തുള്ള പലരും നമ്മളെ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട്. വ്യവഹാരങ്ങൾക്കും കേസുകൾക്കും ഒന്നും എടുത്തുചാടി പുറപ്പെടാൻ പറ്റിയ ഒരു കാലഘട്ടമല്ല. 7ലെ ശനി കണ്ടകശനിയാണല്ലോ. അപ്പോൾ മൂലത്രികോണത്തിലാണെങ്കിൽ പോലും കുറച്ച് തടസ്സങ്ങളൊക്കെ 7ലെ ശനി ഉണ്ടാക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് താമസം ഉണ്ടായേക്കാം. അതുപോലെ അന്യദേശത്തുള്ള ആളുകളുടെ ട്രാൻസ്ഫറിനൊക്കെ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്നൊന്നും ട്രാൻസ്ഫർ കിട്ടിയെന്ന് വരികയില്ല. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം ഉണ്ടാകുന്ന സമയമാണ്. ബന്ധുജനങ്ങൾ കുറേയൊക്കെ സഹായിക്കും. പക്ഷേ തലവേദന, ത്വക്ക് രോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ വർഷം. പിന്നെ പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങൾ നോക്കുമ്പം ചിലവ് ഒന്നിന് പിന്നാലെ ഒന്ന് എന്ന മട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക അച്ചടക്കം വളരെ അനിവാര്യമാണ് എന്ന് തന്നെ പറയേണ്ടതുള്ളൂ. വളരെ ശ്രദ്ധിച്ച് മാത്രമേ പണം ചിലവഴിക്കാവുള്ളൂ. മാത്രമല്ല, ചിലവഴിക്കുന്ന പണത്തിന് കണക്കും എഴുതി സൂക്ഷിക്കണം. ചെറിയ സംരംഭങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. കരാർ ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ്. സാമ്പത്തിക അച്ചടക്കം പാലിച്ചാൽ അവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ജനന സമയത്ത് 4ാം ഭാവവും ഭാവാധിപനും ചന്ദ്രനും ബലമുള്ളതാണെങ്കിൽ ഈ സമയത്ത് മാതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ, മാതൃസ്വത്ത് ലഭിക്കുക, മാതൃബന്ധുക്കൾ സഹായിക്കുക, അങ്ങനെ കുറേ ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് ഇടയാകും. ദമ്പതിമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ജാതകത്തെ കൂടെ ആശ്രയിച്ചാണ് ആ ഫലം നമുക്ക് പറയാൻ കഴിയുന്നത്. വർഷത്തിൻ്റെ മധ്യത്തോടെ യാത്രകൾ മൂലം ധാരാളം ഗുണഫലങ്ങൾ ഉണ്ടാകും. ശുക്രൻ ബലവാനായിട്ടാണ് ജനന സമയത്ത് നിൽക്കുന്നതെങ്കിൽ വിശേഷപ്പെട്ട പല വസ്തുക്കളും ഈ സമയത്ത് സ്വന്തമാകും. വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. വീട്ടിലെ ആഡംബരങ്ങൾ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ആഡംബര വീട് തന്നെ പണിയാനോ ഒക്കെ ആ സമയത്ത് സാധിക്കുന്നതാണ്, ശുക്രൻ ബലവാനാണെങ്കിൽ ജനന സമയത്ത്.
പിന്നെ ധനസംബന്ധമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ആ പരിഹാരം ഉണ്ടാകുന്നതാണ്. പക്ഷേ ശുക്രൻ ദുർബലനാണെങ്കിലോ, ജാതകത്തിൽ നീചരാശിയിലോ അല്ലെങ്കിൽ പാപഗ്രഹങ്ങളോട് ചേർന്നോ പാപഗ്രഹ ദൃഷ്ടിയിലോ അല്ലെങ്കിൽ ശുക്രൻ്റെ വിപരീത ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ശത്രുഗ്രഹങ്ങളുടെ രാശിയിലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ശുക്രന് ഈ പറഞ്ഞ ഫലമൊന്നും തരാനായിട്ട് സാധിക്കുകയില്ല. ചെറിയ തോതിലൊക്കെ കിട്ടും, വലിയ തോതിൽ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ച് തരാൻ കഴിയാതെയും വരും. അപ്പോൾ അത് ജാതകത്തെ കൂടെ ആശ്രയിച്ചാണ് അത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. പിന്നെ പല കാര്യങ്ങളും പല പുതിയ വിഷയങ്ങളും പഠിക്കാനുള്ള ഒരു ഉത്സുകത ഉണ്ടാകും. എന്താണ് ഓരോന്നിൻ്റെയും പിന്നിലുള്ള തത്വം എന്നറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് പോകും. പല പുതിയ കാര്യങ്ങളും പഠിക്കും. പ്രായോഗികമായിട്ട് പല രംഗങ്ങളിലും പ്രാവീണ്യം നേടും. അതൊക്കെ സാധിക്കും. രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ ശത്രുവർദ്ധന ഉണ്ടാകും. മത്സരങ്ങൾ കുറച്ച് കഠിനമായിരിക്കും. അതേസമയത്ത് തന്നെ ഗുണഫലങ്ങളെന്ന് പറഞ്ഞാൽ സന്താന ഭാഗ്യവും ഇപ്പം നിലവിലുള്ള സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങളും ഒക്കെ പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. വിഷുവിന് ശേഷം വീട്ടിൽ മംഗളകർമ്മങ്ങൾ പലതും നടക്കും. കുടുംബത്തിൽ എന്നാണ് പറയുന്നത്. സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ മാതൃ കുടുംബങ്ങളിലോ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളിലും പ്രവർത്തന മാന്ദ്യം അനുഭവപ്പെട്ടേക്കാം. ഒരല്പം കാലതാമസം എല്ലാ കാര്യത്തിലും അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ദൈവാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഈ വർഷമധ്യത്തിന് ശേഷം അല്ലെങ്കിൽ വിഷുവിന് ശേഷം ദൈവാധീനം വർദ്ധിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും നടന്നു കിട്ടും. പിതാവിന് രോഗദുരിതം വരാനായിട്ട് സാധ്യതയുണ്ട്. ഉദര രോഗം വരാതെ ജാഗ്രത പാലിക്കേണ്ടതാണ്. പിന്നെ രഹസ്യ ബന്ധങ്ങളിലേക്ക് പോകാനുള്ളൊരു പ്രവണത ഉണ്ടാകും. അത് വളരെ ശ്രദ്ധിച്ച് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാവുള്ളൂ. കഴിയുന്നതും രഹസ്യ ബന്ധങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അഥവാ അതിലൊക്കെ ചെന്ന് അത് അപമാനവും അപവാദങ്ങളും ആരോപണങ്ങൾക്കുമൊക്കെ ഇടയാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിനുള്ള പ്രവണത ഉണ്ടാകും. പിന്നെ ഇതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ രാഹുവിൻ്റെ മാറ്റം. രാഹു 8-ൽ നിന്ന് 7-ലേക്ക് വരികയാണ്. നമ്മുടെ ദാമ്പത്യത്തിൻ്റെ സ്ഥാനത്തേക്ക് രാഹു നീങ്ങും വർഷത്തിൻ്റെ മധ്യം കഴിയുമ്പോഴത്തേക്കും. ആ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള കുറച്ച് നിഗൂഢമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബപരമായിട്ട് ചില അസ്വാരസ്യങ്ങളും ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. വർഷാന്ത്യം അത്ര ഗുണകരമല്ല. കോടതി കേസുകളിലൊക്കെ പ്രതികൂലമായ വിധിയോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വിധിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തനത്തിൽ ഒരു സ്പീഡ് കുറവ് അല്ലെങ്കിൽ ഒരു മാന്ദ്യം എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ബിസിനസ്സിലൊക്കെ ആണെങ്കിലും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ലാഭമോ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനോ ഒന്നും കഴിയാതെ ബുദ്ധിമുട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ അന്യസ്ത്രീ ബന്ധം മുഖേന ധനനഷ്ടം ഉണ്ടാകുക, സർക്കാർ ജോലിയിലിരിക്കുന്നവർക്ക് പ്രതികൂല നടപടികൾ നേരിടേണ്ടി വരിക, ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ സൂര്യൻ ബലവാനാണെങ്കിൽ ചിലപ്പം ഈ നടപടിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകാനും പറ്റും. ജോലിയിൽ സ്ഥാനചലനം ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത ചില സ്ഥാനത്തേക്കൊക്കെ ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ഒരു ഓഫീസിൽ തന്നെയാണെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു സീറ്റിലേക്ക് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പല പ്രകാരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളൊരു ദോഷവും ഉണ്ട്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. വർഷമധ്യത്തിന് ശേഷം കുറച്ച് ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകും. അപ്പോഴും രാഹുവിൻ്റെ സ്ഥാനമാറ്റം കൊണ്ടുള്ള പ്രശ്നങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് പരിഹാര കർമ്മങ്ങളിലേക്ക് അടുത്തതായിട്ട് കടക്കാം. ചന്ദ്രദശ, ശനിദശ, രാഹുദശ, ഈ 3 ദശയിൽ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ പൂരം നക്ഷത്രക്കാരെന്ത് ചെയ്യണം? പല പല പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആദിത്യപ്രീതിയും ശുക്രപ്രീതിയും വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുടുംബദേവതയ്ക്ക് പൂജകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതൊരു പുതിയ കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഗണപതി ഭഗവാനും കുടുംബദേവതയ്ക്കും ഒരു വഴിപാട് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. വഴിപാടെന്ന് പറയുമ്പോൾ വലിയൊരു രീതിയിലുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ പട്ട് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലി സമർപ്പിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നാണയങ്ങൾ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുക. പൂരം അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങൾ ഒക്കെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് കൂടുതൽ ഉത്തമമാണ്. ലക്ഷ്മി പൂജ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നല്ലൊരളവ് വരെ അത് ഗുണകരമാണ്. ഞായറാഴ്ചയും പൂരവും വരുന്ന ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കൂവളമാല സമർപ്പിക്കുക, മനസ്സിന് പ്രയാസമുണ്ടെങ്കിൽ ധാര വഴിപാട് കൊടുക്കുക, ഭസ്മാഭിഷേകം നടത്തുക അല്ലെങ്കിൽ ഭസ്മം സമർപ്പിക്കുക,
ഇതൊക്കെ നല്ലതാണ്. വെള്ളിയാഴ്ചയും പൂരവും ചേർന്ന് വരുന്ന ദിവസം മഹാലക്ഷ്മിയെയും അന്നപൂർണേശ്വരിയെയും പൂജിക്കുന്നത് വളരെ നല്ലതാണ്. യക്ഷി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയും യക്ഷിക്കുള്ള പ്രത്യേക ചില നിവേദ്യങ്ങളുണ്ട്, അത് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ കുടുംബൈശ്വര്യത്തിനും നല്ലതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും അത് വളരെ ഗുണകരമാണ്. സൂര്യക്ഷേത്രങ്ങൾ പോകാൻ സൗകര്യത്തിലുണ്ടെങ്കിൽ സൂര്യഭഗവാന് നേദ്യം നൽകുന്നത് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ആദിത്യഹൃദയം പോലുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ്. ഇതൊന്നും പറ്റാത്ത ആളുകൾ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ആദിത്യ ഭഗവാനെ വന്ദിക്കുക, മനസ്സുകൊണ്ട് വന്ദിക്കുക. അപ്പം ഈ പറഞ്ഞ പോലുള്ള പ്രതികൂലമായ ഒരുപാട് കാര്യങ്ങൾ ഒഴിഞ്ഞു പോകാനായിട്ടത് സഹായിക്കും. അതുപോലെ തന്നെ ഭാഗ്യം കൊണ്ടുവരാനും ഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനും അത് വളരെ നല്ലതാണ്. ആരോഗ്യപരമായിട്ടും നല്ലതാണ്. ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെയൊക്കെ അളവ് കൂട്ടാനും എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ബലം വർദ്ധിക്കാനും ഒക്കെ അത് ഉപകരിക്കുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ആധുനിക ശാസ്ത്രം വെച്ച് നോക്കിയാലും പഴയ വിശ്വാസപ്രകാരം നോക്കിയാലും സൂര്യനെ വന്ദിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് കൃത്യമായിട്ട് ചെയ്താൽ തന്നെ നല്ലൊരു അളവ് വരെ തടസ്സങ്ങൾ മാറിപ്പോകുന്നതാണ്. അതോടൊപ്പം തന്നെ ശാസ്താവിന് നീരാജനം, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ ചെയ്താൽ ഈ ശനി കൊണ്ടുള്ള ദോഷങ്ങൾ മാറിപ്പോവുകയും ശനിയുടെ ഗുണഫലങ്ങളുണ്ടല്ലോ അത് നമ്മളിലേക്ക് കൂടുതലായിട്ട് എത്തിച്ചേരാനും അത് സഹായിക്കും. അതുകൊണ്ട് ശാസ്താക്ഷേത്രത്തിൽ മാസത്തിലൊന്നെങ്കിലും പോവുകയും ഒരു നീരാജനം അല്ലെങ്കിൽ നെയ്വിളക്ക് ഇതിലേതെങ്കിലും ഒരു വഴിപാട് സമർപ്പിക്കുകയും ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ സാമാന്യ ഫലമായിട്ട് പറയാനുള്ളത് ഈ മലയാള വർഷത്തെ. അപ്പം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകാൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഭാഗ്യങ്ങൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.